നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ ആവേശത്തിലാണ് ക്രിക്കറ്റ് ലോകം. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ പാകിസ്ഥാനിലെ മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. പാകിസ്ഥാനും ന്യൂസിലാൻഡുമാണ് ഉദ്ഘാടന മത്സരം കളിക്കുന്നത്. 8 ടീമുകളെയും പരിചയപ്പെടുത്തുന്ന വീഡിയോ സീരീസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ടീം പ്രിവ്യൂ എന്ന് പറയുന്ന സീരീസിൻ്റെ 3ാമത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ ടീമിനെ കുറിച്ചാണ്. നമ്മൾ നേരത്തെയുള്ള എപ്പിസോഡുകളിൽ പറഞ്ഞ പോലെ പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകൾ ESPN ക്രിക്കറ്റ് ഫോയും ക്രിക്ക് ബസും അങ്ങനെയുള്ള മറ്റ് പ്രമുഖ പോർട്ടലുകളിലൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ റെഫറൻസ് ആക്കിയെടുത്ത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്തിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. ജെന്റിൽമെൻസ് ഗെയിമായ ക്രിക്കറ്റിൽ നമുക്ക് അഭിപ്രായം പറയുമ്പോഴും ആ മാന്യത കീപ്പ് ചെയ്യാം. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് അഫ്ഗാനിസ്ഥാനെ കുറിച്ചാണ്. അഫ്ഗാനിസ്ഥാന് സെമി ഫൈനൽ സാധ്യത മിക്കവരും കാണുന്നു. കാരണം റീസെൻ്റ്ലി അവരുടെ ഗെയിമിലുണ്ടായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് അത്രയധികമാണ്. പ്രത്യേകിച്ച് ഏകദിനത്തിൽ സമീപകാലത്തെ ബൈലാറ്ററൽ സീരീസുകളിൽ ഈവൻ സൗത്ത് ആഫ്രിക്കയെ വരെ തോൽപ്പിച്ചുകൊണ്ട് മികച്ച രൂപത്തിലാണ് അവർ നിൽക്കുന്നത്. അവരുടെ ടീമിൻ്റെ ശക്തി തീർച്ചയായിട്ടും അവരുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് വളരെ മികച്ചതാണ്. അവരുടെ ബൗളിങ്ങിൻ്റെ കാര്യത്തിൽ സ്പിൻ ബൗളിങ് വളരെ വളരെ മികച്ചതാണ്. അതുപോലെ തന്നെ കുറച്ച് നല്ല ഓൾറൗണ്ടർമാർ അവരുടെ സ്ക്വാഡിലുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ചില വീക്ക്നെസ്സുമുണ്ട്. പ്രധാനപ്പെട്ട വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ മിഡിൽ ഓർഡറാണ് അവർക്ക് പ്രശ്നമാവുന്നത്. നമ്മളൊന്ന് വിശദമായിട്ട് എടുത്ത് നോക്കിയാൽ ഇപ്പോൾ 2023 ODI വേൾഡ് കപ്പിൽ വമ്പന്മാർ അവർ ഞെട്ടിച്ചത് നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് 2024 T20 വേൾഡ് കപ്പിൽ അവർ സെമി ഫൈനലിലേക്ക് എത്തിയ ഒരു ഹിസ്റ്റോറിക് റണ്ണ് അവിടെ അവർ ഓസ്ട്രേലിയയും ന്യൂസിലാൻഡിനെയും ഒക്കെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യം കൂടി ഓർക്കുക. ഇനിയിപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴും അവരുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ളൊരു മികച്ച പ്രകടനം അവരുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർക്കിവിടെ പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണ്? ഒന്ന്, ആ ഒരു ടെറൈനിൻ്റെ ഫെമിലാരിറ്റി തന്നെയാണ്. അവരുടെ എല്ലാ ഗ്രൂപ്പ് മത്സരങ്ങളും അവർ കളിക്കേണ്ടത് പാകിസ്ഥാനിലാണ്. കാരണം ഇന്ത്യയുടെ ഗ്രൂപ്പിലല്ല അവരുള്ളത് എന്നുള്ളത് കൊണ്ട് UAE പറക്കേണ്ട കാര്യമില്ല. പാകിസ്ഥാനിലാണ് അവരുടെ മത്സരങ്ങൾ. കറാച്ചിയിലും ലാഹോറിലുമായിട്ട് കളിക്കുമ്പോൾ സ്പിന്നിന് പ്രധാനപ്പെട്ട റോള് വഹിക്കാനുണ്ട് എന്നതെല്ലാവർക്കും അറിയാം. അവർക്കൊരു തിരിച്ചടി ഇവിടെ ഉള്ളത് അല്ലാ ഗസൻഫറുടെ പരിക്കാണ്. അദ്ദേഹം ടൂർണമെൻറ്റിൽ നിന്ന് റൂൾഡ് ഔട്ടാണ്. മിസ്റ്ററി സ്പിന്നറായിട്ടുള്ള അല്ലാ ഗസൻഫർ ആണ് 2023 വേൾഡ് കപ്പിന് ശേഷം അവരുടെ ലീഡിംഗ് വിക്കറ്റ് ടേക്കർ എന്ന കാര്യം ഓർക്കുക. അപ്പോൾ അദ്ദേഹം ഇല്ല. എന്നാൽ പോലും വെറൈറ്റി സ്ലോ ബൗളേഴ്സ് അവർക്കുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. റാഷിദ് ഖാനും മുഹമ്മദ് നബിയും അതുപോലെ തന്നെ യുവതാരങ്ങളായിട്ടുള്ള നൂർ അഹമ്മദും നങ്ക്യാലിയ ഖരോട്ടയും ഒക്കെ ചേരുമ്പോൾ മികച്ച സ്ലോ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്കുണ്ട്. അത് പല ടീമുകൾക്കും വലിയ രൂപത്തിൽ തലവേദന ഈ ഒരു ഏകദിന ക്രിക്കറ്റിൽ ഉണ്ടാക്കാനുള്ള നല്ല സാധ്യതയുമുണ്ട്. അവരുടെ ഒരു വീക്ക്നെസ് എന്ന് പറയാനുള്ളത് വേണമെങ്കിൽ അവരുടെ മിഡിൽ ഓർഡറാണ്. അത് സ്വാഭാവികമായിട്ടും മിഡിൽ ഓർഡർ വേണ്ട വിധത്തിൽ സ്കോർ ചെയ്യുന്നില്ല എന്ന് വരുമ്പോൾ ടോപ്പ് ഓർഡറിൻ്റെ മേലെ അത് വലിയ സമ്മർദ്ദം ഉണ്ടാക്കും. ഓപ്പണിംഗ് പേരായിട്ടുള്ള റഹ്മാനുല്ല ഗുർബാസിനും ഇബ്രാഹിം സദ്രനും കൂടുതൽ സ്കോർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം അവിടെ വന്നു ചേരുകയും ചെയ്യും. ഇത് പ്രധാനപ്പെട്ടൊരു പ്രശ്നം തന്നെയാണ്. അവരുടെ ആ ഒരു മിഡിൽ ഓർഡറിൽ റൺസ് വരുന്നില്ല എന്നത്. ഇപ്പോൾ 2023 വേൾഡ് കപ്പ് നോക്കുക. അവരുടെ മിഡിൽ ഓർഡർ എന്ന് പറയുമ്പോൾ നമ്പർ 4 to നമ്പർ 7 ഏറ്റവും കുറഞ്ഞ സ്കോറാണ് അവരിൽ നിന്ന് വന്നിട്ടുള്ളത്. 1001 ബോളുകൾ നേരിട്ട് 849 റൺസാണ് അവരിൽ നിന്ന് വന്നിട്ടുള്ളത് എന്ന കാര്യം നോക്കുക. സ്ട്രൈക്ക് റേറ്റ് വെറും 85. അതുപോലെ തന്നെ T20 വേൾഡ് കപ്പിൽ ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. അവരുടെ നമ്പർ 3 to നമ്പർ 7 കമ്പൈൻലി നേടിയത് 360 റൺസാണ് അറ്റ് ആൻ ആവറേജ് ഓഫ് 12. സോ അവിടെ ആ ഒരു പ്രശ്നം വളരെ വിസിബിളാണ്. അതെങ്ങനെ അവരുടെ ടോപ്പ് ഓർഡർ മറികടക്കും എന്നുള്ളിടത്താണ് അവരുടെ സക്സസ് കിടക്കുന്നത്. അവരുടെ ഒരു ഓപ്പണൻസ് ആരൊക്കെയാണെന്ന് നോക്കാം. എന്നൊക്കെയാണ് കളികൾ നോക്കിയാൽ ഫെബ്രുവരി 21 അഫ്ഗാനിസ്ഥാൻ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കറാച്ചിയിൽ കളിക്കും. ഫെബ്രുവരി 26 അഫ്ഗാനിസ്ഥാൻ ഇംഗ്ലണ്ടിനെതിരെ ലാഹോറിൽ കളിക്കും. ഫെബ്രുവരി 28 അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയക്കെതിരെ ലാഹോറിൽ കളിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സമീപകാലത്ത് സൗത്ത് ആഫ്രിക്കയെ അവർ ഏകദിനത്തിൽ തോൽപ്പിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിനെ നമുക്കറിയാം, അവർ നന്നായി വിറപ്പിക്കുന്ന കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടതാണ്. പിന്നെ ഓസ്ട്രേലിയക്കെതിരെ T20 വിജയിച്ചിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ ഏകദിനത്തിലേക്ക് കൂടി കൊണ്ടുവരാൻ അവർക്ക് കഴിയുമോ? എന്നാലും ആത്മവിശ്വാസം ഉണ്ടാവും. എതിരാളികളെ ഭയക്കുന്ന ടീമല്ല അഫ്ഗാനിസ്ഥാൻ്റെ ക്രിക്കറ്റ് ടീം എന്നുള്ളത് വളരെ വ്യക്തമാണ്. അവരുടെ ബെസ്റ്റ് 11 എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇബ്രാഹിം സദ്രനും റഹ്മാനുള്ള ഗുർബാസുമായിരിക്കും ഓപ്പൺ ചെയ്യാൻ വരുന്നത്. ദെൻ റഹ്മത്ത് ഷാ, ഹാഷ്മത്തുള്ള ഷഹീദി, അസ്മത്തുള്ള ഒമർസായി, ഗുൽബദീൻ നൈബ്, മുഹമ്മദ് നബി, റാഷിദ് ഖാൻ, നൂർ അഹമ്മദോ അല്ലെങ്കിൽ നങ്ക്യാലിയ ഖരോട്ടയോ വരും. ദെൻ നമ്പർ 10 നവീദ് സദ്രൻ, ഫസലക്ക് ഫറൂഖി. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ പ്ലേയിങ് 11.
ഇനി മറ്റു താരങ്ങൾ സ്ക്വാഡിൽ ഉള്ളത് സദീഖുള്ള അത്തൽ, ഇക്രം അലിഖിൽ, ഫരീദ് അഹമ്മദ് എന്നിവരാണ്. ഏതായാലും അവരുടെ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 40-കാരനായിട്ടുള്ള മുഹമ്മദ് നബി അവരുടെ സ്ക്വാഡിൽ ഇപ്പോഴും ഉണ്ട്. ഈ ഒരു ടൂർണമെൻറ്റിന് ശേഷം അദ്ദേഹം ഏകദിനത്തിൽ നിന്ന് വിരമിക്കുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം 2009 മുതൽ അവർ കളിച്ചിട്ടുള്ള മിക്ക മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ ആകെ 5 മത്സരങ്ങളാണ് അദ്ദേഹം കളിക്കാതിരുന്നത് ആ ഒരു കാലയളവിൽ. ബാക്കി കളികളൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സോ വലിയ റോൾ അദ്ദേഹത്തിന് അവിടെ വഹിക്കാനുണ്ട്, ബാറ്റർ എന്ന റോളിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് റോളും. കാരണം അവരുടെ സെക്കൻഡ് ഹയസ്റ്റ് വിക്കറ്റ് ടേക്കർ അദ്ദേഹമാണ്, റൺ സ്കോറർ അദ്ദേഹമാണ്, ലീഡിങ് ഓൾറൗണ്ടറാണ്, ടീമിൻ്റെ യുവതാരങ്ങളുടെ മെൻറ്ററാണ്. സോ വലിയൊരു റോള് 40-കാരനായിട്ടുള്ള മുഹമ്മദ് നബിക്ക് വഹിക്കാനുണ്ട്. അദ്ദേഹമാണ് ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും പ്രായം കൂടിയ താരം. അതുപോലെ തന്നെ ഗുൽബുദ്ദീൻ നൈബ്, 33 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്, മറ്റൊരു വെറ്ററൻ താരമാണ്. മികച്ച പ്രകടനം അദ്ദേഹത്തിൽ നിന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി കൺക്ലൂഡ് ചെയ്തിട്ടുള്ള IL T20യിൽ ദുബായ് ക്യാപിറ്റൽസിന് വേണ്ടി മികച്ച പ്രകടനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്ന കാര്യം കൂടി ഓർക്കുക. അതുപോലെ അവരുടെ ഓൾറൗണ്ടർമാർക്കൊക്കെ വലിയ റോള് ഈ ഒരു ടൂർണമെൻറ്റിൽ വഹിക്കാനുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി അവരുടെ റീസെൻ്റ് ODI ഫോം നോക്കുക. വളരെ മികച്ച പെർഫോമൻസാണ് അവർ റീസെൻ്റ്ലി ODIയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മോസ്റ്റ് റീസെൻ്റ്ലി അവർ കളിച്ചിട്ടുള്ള ODI സീരീസുകൾ നോക്കാം. 2023 വേൾഡ് കപ്പിന് ശേഷം ശ്രീലങ്കയ്ക്കെതിരെ ഒരു എവേ സീരീസ് കളിച്ചു, 0-3 തോറ്റു. UAEയിൽ വെച്ച് അയർലൻഡിനെതിരെ സീരീസ് കളിച്ചു, 2-0 വിജയിച്ചു. UAEയിൽ വെച്ച് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ സീരീസ് കളിച്ചു, 2-1 വിജയിച്ചു. UAEയിൽ വെച്ച് ബംഗ്ലാദേശിനെതിരെ സീരീസ് 2-1 വിജയിച്ചു. പിന്നെ സിംബാബ്വേക്കെതിരെ എവേ സീരീസ് കളിച്ചു, ഏറ്റവും ഒടുവിൽ അതാ കളിച്ചത്, 2-0 വിജയിച്ചു. അപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം അവർ കളിച്ച 5 സീരീസുകളിൽ 4ഉം അവർ വിജയിച്ചിട്ടുണ്ട്. അതിലൊന്ന് നോക്കുക, സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ്. ICC ODI റാങ്കിങ്ങിൽ ടോപ്പ് 5 ഒരു ഓപ്പണറിനെതിരെ അവരൊരു സീരീസ് വിജയിക്കുന്നത് ആദ്യമായിട്ടാണ്. അത് നൽകുന്നൊരു ഊർജ്ജം വളരെ വലുതായിരിക്കും. ചാമ്പ്യൻസ് ട്രോഫിയിൽ അവരിതിനു മുമ്പ് കളിച്ചിട്ടേ ഇല്ല, അതാണ് അവരുടെ ചാമ്പ്യൻസ് ട്രോഫി ഹിസ്റ്ററി. ആദ്യമായിട്ട് ചാമ്പ്യൻസ് ട്രോഫി കളിക്കുകയാണ്. ഇപ്പോൾ ഏകദിന വേൾഡ് കപ്പിലും അതുപോലെ T20 വേൾഡ് കപ്പിലും ഒക്കെ വമ്പന്മാരെ പിടിച്ചു കുലുക്കി ചരിത്രം സൃഷ്ടിച്ച അഫ്ഗാനിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫിയിലെ തങ്ങളുടെ ആദ്യ വരവിലും ഞെട്ടിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവരുടെ ആരാധകരുള്ളത്. സെമി ഫൈനൽ സ്പോട്ട് പോലും പലരും അവർക്ക് ഇപ്പോൾ കൽപ്പിച്ച് നൽകുന്നുണ്ട്. കാരണം ഇംഗ്ലണ്ട് അത്ര നല്ല ഫോമിലല്ല, സൗത്ത് ആഫ്രിക്കയെ വേണമെങ്കിൽ അവർക്ക് തോൽപ്പിക്കാവുന്നതാണ്, ഓസീസിനെതിരെയും അവർ പൊരുതുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഗ്രൂപ്പിൽ 2ാം സ്ഥാനമെങ്കിലും പിടിച്ചുകൊണ്ട് അഫ്ഗാൻ സെമിയിലെത്തുമെന്ന പ്രതീക്ഷയിൽ അവരുടെ ആരാധകരിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും തള്ളിക്കളയാനും കഴിയില്ല. നിങ്ങൾക്ക് വ്യത്യസ്തമായുള്ള അഭിപ്രായങ്ങളുണ്ടാവും, കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ സാധിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.